പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ നല്ലവരായിട്ട് ജീവിക്കുന്ന വ്യക്തികളായിരിക്കും. അതായത് വളരെ സത്യസന്ധരായിരിക്കും. ഈസിലി നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്ന വ്യക്തിയൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആളുകൾ നമ്മൾ യൂസ് ചെയ്യും. നിങ്ങൾ കാണാൻ നല്ല ഭംഗിയുള്ള വ്യക്തിയാണ്, നിങ്ങൾ ടോളാണ്, സ്ട്രോങ് ആണ്, പക്ഷേ നിങ്ങൾക്ക് മെൻ്റൽ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും നിങ്ങളെ ഈസി ആയിട്ട് താഴെയിടാൻ പറ്റും. അതായത് ഒരു വാക്കുകൊണ്ട് നിങ്ങളെ വിഷമിപ്പിക്കാൻ പറ്റും. കാരണം മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാനൊന്നുമല്ല. മറ്റുള്ളവർ നമ്മളെ ഹേർട്ട് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് എങ്ങനെ അതിനെ പ്രതിരോധിക്കാമെന്നുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. യാതൊരുവിധ വിട്ടുവീഴ്ചയില്ലാത്ത സ്ട്രോങ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ പറയുന്ന വ്യക്തികളുടെ മാനിപ്പുലേഷനോ അല്ലെങ്കിൽ ഉടായ്പോ നമ്മുടെ അടുത്ത് നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത് പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ പറയുന്ന മെൻ്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എൻ്റെ റീൽസിൽ കൂടുതലും ഞാൻ പറയുന്നത് മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടാക്കാനാണ്. പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തിനാണ് ഇങ്ങനെ എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ടാക്കുന്നത്, എന്തിനാണ് നമ്മൾ ഇത്ര മസിൽ പിടിച്ച് ജീവിക്കുന്നത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. നമുക്ക് സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ മറ്റുള്ള വ്യക്തികൾ നമ്മളെ ഹർട്ട് ചെയ്യാണ്ടിരിക്കണം. യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത കുറച്ച് പ്രശ്നക്കാരനാണ് എന്ന് മറ്റുള്ളവർക്കൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഈ പറയുന്ന ആളുകൾ നമ്മൾ വെറുതെ വന്നിട്ട് താടക്ക് കെട്ടിയിട്ട് പോകത്തില്ല.